ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ട്യൂ ഡയറീസ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോഴേ മനസ്സിലാവും അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞാൻ എണീറ്റു, കുളിച്ചു, ഒക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി. ഇനി പണി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വേറെ നമ്മൾ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. ഫുഡ് എന്തെങ്കിലും വയ്ക്കും, അറ്റ്ലീസ്റ്റ് ഒരു അവിയൽ, സാമ്പാർ, അങ്ങനെ എന്തെങ്കിലും സദ്യ, പായസം വയ്ക്കും അങ്ങനെ. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴൊക്കെ ഒരു കേക്ക് കട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേയുടെ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അഞ്ചൊന്നും ഇവിടെ ഇല്ല, 5 പേരും കുറച്ച് കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. അവളുടെ തറവാട്ടിൽ കാളാണ്, അപ്പോൾ 2-3 ദിവസമായിട്ട് അവിടെ. അപ്പം ഇന്നലെ കഴിഞ്ഞു, പിന്നെ തിരിച്ചെത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാണാം കേട്ടോ. ഒന്ന് അപ്പം മോർണിംഗ് തന്നെ എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉപ്പുമാവായിരുന്നു. ഇപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, കുറച്ച് കഴിച്ചു. ഞാൻ കുറച്ച് നേരം ആദ്യം വർക്കൊക്കെ കുറച്ച് തീർക്കാനുള്ളതൊക്കെ ഇരുന്ന് തീർത്ത് അതെല്ലാം കുറച്ച് തീർത്തിട്ടാണ് പിന്നെ ഞാൻ പതുക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികമൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ക്യാബേജ് അരിഞ്ഞിട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള അരിഞ്ഞിട്ടുള്ളത് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു, അമ്മയ്ക്ക് അരിഞ്ഞ് കൊടുത്തു. ബാക്കിയെല്ലാം ഇന്ന് അമ്മ തന്നെയാണ് ഓൾമോസ്റ്റ് ചെയ്തു തന്നത്. 5 ഇല്ല അവിടെ, ഞാൻ പിന്നെ എനിക്കും വർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പം അതാണ് ഞാൻ കേബേജൊക്കെ അരിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തത്. അത് അവിടെ പോവുകയും ചെയ്തു. അപ്പം നെക്സ്റ്റ് പിന്നെ അമ്മ അത് തേങ്ങ ചേർക്കുന്നുണ്ട് അവിയലിലേക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പിന്നെ സാമ്പാർ, അവിയൽ, പിന്നെ എന്തൊക്കെയായിരുന്നു കേബേജ് ഉപ്പേരി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. വലിയ ഗ്രാൻഡൊന്നുമല്ല, എന്നാലും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഇതാണ്. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് പിന്നെ 5 വന്നത്. എത്തി വയ്യാണ്ട് വന്നിട്ടുണ്ട്, പായസം ഉണ്ടാക്കാൻ. ഞാൻ അവിടെ പോയിന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു പാലും വേണം, അച്ചാറും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹരി നീരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ നേരത്തെ എത്തി. പിന്നെ എല്ലാവരും വർക്കുണ്ട്, എല്ലാവരും വർക്കിൽ തന്നെയാണ്. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അച്ഛനും എത്തി. അച്ഛൻ ഉച്ചയ്ക്കാണ് എത്തുക ജോലിക്ക് പോയിട്ട്. അച്ഛൻ പുലർച്ചെയാണ് ജോലിക്ക് പോവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഉച്ചയാകുമ്പോഴേക്കും എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തന്നെ അച്ഛൻ വന്ന് ഉച്ചയ്ക്ക് ഞാനും ഹരി, നീരു, 5 ഉണ്ടായിരുന്നു, 5ൻ്റെ ഉണ്ണി ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും ഞങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാം സെറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള ലാസ്റ്റ് പ്രിപ്പറേഷനാണ്. ലാസ്റ്റാണ് പായസം വെച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കായിരുന്നു. ബർത്ത്ഡേ ബോയ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഉണ്ണി നേരെ ജോലിക്ക് പോയി. ഞങ്ങളെല്ലാവരും വർക്ക് ഇരുന്നു. പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സച്ചു അഭിയും വന്നു. അപ്പോഴാണ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അവരും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് ഗിഫ്റ്റായിട്ട് ഞങ്ങളൊരു ഷർട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഷർട്ട്, ഒരു ഷർട്ടും ഒരു ടീഷർട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരുന്നു. ബുദ്ധിയില്ലാത്ത ചില ആൾക്കാർ നേരെ ഞാൻ വെച്ചില്ല. കേക്ക് കിട്ടാനാ ആദ്യം പോവും. അത് വീണ്ടും നിനക്ക് വീഡിയോയിൽ പറയും ഞാൻ ഡെയിലി 2 വാങ്ങിക്കേ. അത് പറയാനാ കൊടുത്തു. കാണത്തിലാക്കിക്കോടെ.
സൈസ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ കൊണ്ട് മാറ്റണം എന്താ ചുട്ട് നോക്കിയിട്ട് പക്ഷെ ഓരോ ബ്രാൻഡിന്റെ വ്യത്യാസം അവിടെയല്ലേ എനിക്ക് അതേപോലെ എങ്ങനെയുണ്ട് കഴിക്കാൻ പറ്റില്ല നീ നമുക്ക് കേക്ക് ഏതാ കൂടി എന്താ സോളന് തീക്കാതെ കറുത്തല്ലേ ഏത് ലുക്ക് ഒരു തിരി ഒന്നും കൂടി ഇങ്ങനെ ഇട്ട് തിരി അപ്പോൾ ഇന്നൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്. അബിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ചിലവായിട്ടൊരു ലഡ്ഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. വീട്ടിൽ അങ്ങനെ പറഞ്ഞിട്ട് അവനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയപ്പോൾ അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ വർക്കിന് കയറാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഞങ്ങൾ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം കേട്ടോ. ബൈ. മദനാണ്